എല്ലാവർക്കും വിനീത നമസ്കാരം. സ്ഥലപരിമിതി എല്ലാവരും ക്ഷമിക്കണമെന്ന് വിചാരിക്കുന്നു. സ്വാഗതം പറയുന്നതിനായി ശ്രീ EM ചന്ദ്രൻ, നിർവാഹക സമിതി അംഗം, ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയരെ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, വളരെയേറെ സന്തോഷം നൽകുന്ന മുഹൂർത്തം, ആഹ്ലാദം പങ്കിടുന്ന ധന്യമുഹൂർത്തം. അതുകൊണ്ട് തന്നെ ഈ സായാഹ്നത്തിന് നിറവും ശോഭയും ഭംഗിയും വളരെയേറെ കൂടുന്നു. നിറഞ്ഞ സന്തോഷത്തിലാണെങ്കിലും സാനുമാഷിൻ്റെ അകലം വേദന ഉളവാക്കുന്നുണ്ട്. സാനുമാഷ് എപ്പോഴും സദനത്തോടൊപ്പം, ഇപ്പോഴും സദനത്തോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സാനുമാഷിൻ്റെ അദൃശ്യമായ സാന്നിധ്യവും അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് കരുതുന്നു. ആ വലിയ മനസ്സിന്, നന്മ നിറഞ്ഞ വിശാല മനസ്സിന് മുന്നിൽ നമിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. അബലകൾക്കായി ജീവിതം സമർപ്പിച്ച തപസ്വിനിയമ്മ, പുണ്യവതി തപസ്വിനിയമ്മ, അബലകൾക്കായി കൂടുകൂട്ടി അവരെ സുരക്ഷിതരാക്കി അവരുടെ നല്ല നാളുകളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ പുണ്യവതി തപസ്വിനിയമ്മ, അതിനായി സ്വന്തം ജീവിതത്തിൻ്റെ ത്യാഗവും ജീവിതം മൊത്തവും സമർപ്പിച്ച പുണ്യവതി തപസ്വിനിയമ്മയെ ഈ സന്ദർഭത്തിൽ വന്ദിക്കുന്നു. സദനത്തിൻ്റെ വളർച്ചയ്ക്കായി, ഉയർച്ചയ്ക്കായി കാലാകാലങ്ങളിൽ സദനത്തിന് നേതൃത്വം നൽകി സദനത്തെ ഈ കാലങ്ങളിലേക്ക് നയിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അതുപോലെ പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകരുമുണ്ട്. അറിയപ്പെടുന്നവരെയും അറിയപ്പെടാത്തവരെയും അവർക്കെല്ലാം തൊഴുതു കൈയോടെ ഈ അവസരത്തിൽ അവരെയെല്ലാം ഓർക്കുന്നു. ഈ നമ്മുടെ നഗരത്തിൽ 100 വർഷവും 150 വർഷവും അതിലേറെയും പിന്നിട്ട ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സദനം 105 വർഷം പിന്നിട്ടു. ആ കാലയളവ് അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അന്നിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളവും വളരെയേറെ മാറിയിരിക്കുന്നു. ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ കേരളത്തിനുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അടിത്തറ പാകിയ, ജനങ്ങളെ ഉപദേശിച്ച് നിർദ്ദേശിച്ച് അവരെ സജ്ജരാക്കിയ, ജനങ്ങളുടെ മനസ്സിൽ വെളിച്ചം പകർന്ന് നല്ലൊരു അവസ്ഥയിലേക്ക്, ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമിക്കുന്നു, മനസ്സുകൊണ്ട് തൊഴുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ വളർച്ച നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു സ്ഥാപനവും അതിൻ്റെ വളർച്ച കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം നിറയും. ഇവിടെയും ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ ദേശത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു LP സ്കൂൾ UP സ്കൂളാകുമ്പോൾ, UP സ്കൂൾ ഹൈസ്കൂളിന് കോളേജ് വിഭാഗം ലഭിക്കുമ്പോൾ നമുക്ക് ആ ദേശത്തിലെ നമുക്കും ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം നൽകും. അത്തരം സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിവിടെ കൂടുന്നത്. ഈ കൂട്ടായ്മയ്ക്ക്, ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് SNV സദനം പ്രസിഡന്റ് ശ്രീമതി CH ഷാരി അവർകളാണ്. CH ഷാരി അവർകൾ സദനത്തോടൊപ്പം വർഷങ്ങളായി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ പ്രസിഡൻ്റാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി CH ഷാരി അവർക്ക്
ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹോഷ്മളമായ സ്വാഗതം പറഞ്ഞു. നമ്മുടെ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുവാനും നമ്മളെ അനുഗ്രഹിക്കുവാനും എത്തിയ പൂജനീയ ധർമ്മചൈതന്യ സ്വാമികളാണ്. സ്വാമികൾ ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹാദരവോടെ സ്വാഗതം പറയുന്നു. സ്വാമികൾ എപ്പോഴും സാനുമാഷുള്ളപ്പോഴും ഇപ്പോഴും സദനത്തോട് സ്നേഹവും വാത്സല്യവും പിന്തുണയും നൽകി വരുന്നു. കുറച്ച് 1.5 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ആലുവ അദ്വൈതാശ്രമത്തിൽ ഇതിനേക്കാൾ വലിയൊരു സന്തോഷ മുഹൂർത്തം അല്ലെങ്കിൽ സന്തോഷത്തിൽ ഒത്തുചേരൽ അവിടെ ഉണ്ടാകുകയുണ്ടായി. വർക്കല ശിവഗിരി മഠത്തിൻ്റെ ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിന് അവിടെ ഒരു കൂട്ടായ്മ ബഹുമാനപ്പെട്ട സ്വാമി അവിടെ സംഘടിപ്പിച്ചിരുന്നു. ശിവഗിരി മഠത്തിലെ പൂജനീയരായ സംപൂജ്യരായ എല്ലാ സ്വാമിമാരും അവിടെ എത്തിയിരുന്നു. ഇതിനേക്കാൾ വലിയൊരു സന്തോഷ മുഹൂർത്തം അവിടെ സംഘടിപ്പിച്ചത് പൂജനീയ സ്വാമി ധർമ്മചൈതന്യ സ്വാമികളാണ്. അദ്ദേഹത്തിന് സാനുമാഷിൻ്റെ ആഗ്രഹം, മനസ്സിലെ ആഗ്രഹം പോലെ സമവായത്തിലൂടെ അനുനയത്തിലൂടെ പ്രശ്നങ്ങളെ വിജയകരമായ സമ്പൂർണതയിലെത്തിച്ച ധർമ്മചൈതന്യ സ്വാമികൾക്ക് SNV സദനത്തിൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെ പേരിലും അഭിനന്ദനം അറിയിക്കുന്നു, അനുമോദനം അറിയിക്കുന്നു. നമ്മൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനെത്തിയ വിശിഷ്ട വ്യക്തികളുണ്ട്. ശ്രീ EK സുകുമാരൻ സാർ അവർകൾ ഉപദേശക സമിതി അംഗമാണ്. സദനത്തിൻ്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ഈ കാലയളവിൽ ഒരുപാട് നാളുകളായി സദനത്തോടൊപ്പം പ്രവർത്തിക്കുന്നതാണ് EK സുകുമാരൻ സാർ അവർകൾ. ഏത് കാര്യത്തിന് വിളിച്ചാലും പെട്ടെന്ന് ഓടിയെത്തും. നമ്മുടെ ഉപദേശക സമിതി അംഗമാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹ ആദരവോടെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് MK ശശീന്ദ്രൻ സാർ. സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ്, കവിയാണ്, കവി സമാജം സെക്രട്ടറിയാണ്, സദനത്തിൻ്റെ ട്രസ്റ്റ് മെമ്പറാണ്, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ഭാരവാഹിയാണ്. സാനുമാഷിൻ്റെ കഥ, ജീവിതകഥ സാനുമാഷിൽ നിന്ന് നേരിട്ട് കേട്ട് എഴുതി പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒട്ടേറെ മറ്റു പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ എഴുതുന്നുമുണ്ട്. ചലനാത്മകമായ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന നന്മ നിറഞ്ഞൊരു മനുഷ്യനാണ് ശ്രീ അഡ്വക്കേറ്റ് MK ശശീന്ദ്രൻ സാറ്. നമ്മുടെ ട്രസ്റ്റ് മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹാദരവോടെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി രഞ്ജിത്ത് സാനു സാർ അവർകളാണ്. സാനു ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. സാനുമാഷിൻ്റെ കുടുംബത്തിൽ നിന്നും എപ്പോഴും സ്നേഹാന്വേഷണവും സ്നേഹവായ്പും പിന്തുണയും എല്ലാം ലഭിക്കുന്നത് ശ്രീ രഞ്ജിത്ത് സാറിൽ നിന്നാണ്. സദനത്തിൻ്റെ നല്ലൊരു സുഹൃത്താണ്. സാനുമാഷുണ്ടായ ഇവിടെ ഉള്ള എല്ലാ പരിപാടികളിലും ശ്രീ രഞ്ജിത്ത് സാറിൻ്റെ സാന്നിധ്യവും ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും നമ്മോടൊപ്പം എപ്പോഴും ആ സ്നേഹം തുടർച്ചയായി കൊണ്ട് നൽകുന്നുണ്ട് നമുക്ക്. ആ തുടർച്ചയായ സ്നേഹത്തിനും മനസ്സിലെ ആരാധനയോടുകൂടി അദ്ദേഹത്തിൻ്റെ നല്ലൊരു സുഹൃത്തായ ശ്രീ രഞ്ജിത്ത് സാനു അവർക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും
സ്നേഹാദരവോടെ സ്വാഗതം പറയുന്നു. ശ്രീമതി എൻ രമ്യ അവർകൾ ഇവിടെ താമസിക്കുന്നവരുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ നമ്മൾക്കായി അർപ്പിക്കുവാനെത്തിയിരിക്കുകയാണ്. ശ്രീമതി എൻ രമ്യ അവർകൾ, അവർക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹാദരവോടെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമ്മളെല്ലാവരെയും ഇവിടെ ഒത്തൊരുമിക്കുവാനിടയാക്കിയ സന്തോഷ മുഹൂർത്തത്തിന് നേതൃത്വം നൽകിയ SNV സദനം സെക്രട്ടറി ശ്രീമതി MR ഗീത അവർകൾ, സാനുമാഷ് കാണിച്ചു തന്ന പാതയിലൂടെ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും പാതയിലൂടെ SNV സദനത്തെ മുന്നോട്ട് നയിക്കുന്നു. അതുതന്നെയാണ് സാനുമാഷിൻ്റെ മനസ്സും. ഈ കാലഘട്ടം SNV സദനത്തിൻ്റെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാവും. ഈ കാലഘട്ടം ഇതൊരു നാഴികക്കല്ലാണ്, വളർച്ചയുടെ നാഴികക്കല്ല്. SNV സദനം സെക്രട്ടറി ശ്രീമതി MR ഗീത അവർക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലും സ്നേഹോഷ്മളമായ സ്വാഗതം പറയുന്നു. സദസ്സിൽ ധാരാളം ബഹുമാന്യരായ വ്യക്തികളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, ഈ സദനത്തിൽ താമസിക്കുന്നവരുണ്ട്, സദനത്തിൻ്റെ കീഴിലുള്ള അബലാചരണത്തിലെ കുട്ടികൾ ടീച്ചർമാരുണ്ട്, സദനത്തിൻ്റെ കീഴിലുള്ള ഓൾഡ് ഏജ് ഹോമിലെ താമസക്കാരുണ്ട്, സദനത്തിലെ രാവും പകലും അധ്വാനിക്കുന്ന ജീവനക്കാരുണ്ട്, സദനത്തിൻ്റെ ഉപദേശക സമിതി അംഗങ്ങളുണ്ട്, സദനത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സദനത്തിൻ്റെ ട്രസ്റ്റ് മെമ്പർമാരുണ്ട്, അയൽവക്കങ്ങളിൽ നമ്മൾ ക്ഷണിച്ചെത്തിയ അയൽവക്ക സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നല്ലവരായ ആൾക്കാർ. നിങ്ങളെല്ലാവരും സദനത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവിടെ എത്തിയത്. നിങ്ങൾ ഓരോരുത്തർക്കും പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, വളരെയേറെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തർക്കും SNV സദനത്തിൻ്റെ പേരിൽ സ്നേഹാദരവോടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രസിഡന്റ് ശ്രീമതി CH ഷാരി മാഡത്തിനെ ക്ഷണിക്കുന്നു. പൂജനീയ ധർമ്മചൈതന്യ സ്വാമികൾ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തികൾ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. സേവനപാതയിലൂടെയുള്ള സദനത്തിൻ്റെ അടുത്ത ചുവടുവെപ്പാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഈ കെട്ടിട സമുച്ചയം. ഇതുപോലെ തന്നെ സദനത്തോട് ചേർന്ന് കിടക്കുന്ന 22 സെൻറ്റ് സ്ഥലവും നമ്മൾ വാങ്ങി കെട്ടിടം പണിയാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. സാനുമാഷ് ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളതാണ്. നിലവിലുള്ള സൗകര്യങ്ങളെക്കാൾ കൂടുതൽ വിശാലമായ മുറികളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. എന്നും താമസക്കാരുടെ സംതൃപ്തിക്കാണ് മുൻതൂക്കം. നമ്മളുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാനും അനുഗ്രഹിക്കാനും എല്ലാവരുടെയും അനുവാദത്തോടെ പൂജനീയ സ്വാമികളെ സവിനയം ക്ഷണിക്കട്ടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഈ മഹനീയ ചടങ്ങിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന SNV സദനത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീമതി CH ഷാരി അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ സുകുമാരൻ സാറ്, ശ്രീ ശശീന്ദ്രൻ സാർ, ശ്രീ രഞ്ജിത്ത് സാനു സാർ, ശ്രീമതി N രമ്യ, SNV സദനത്തിൻ്റെ ബഹുമാനിയായ സെക്രട്ടറി ശ്രീമതി MR ഗീത അവർകൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ EM ചന്ദ്രൻ അവർകൾ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുഗതൻ സാറ്,
പ്രകാശൻ സാറ്, മൂവാറ്റുപുഴയിൽ നിന്ന് വന്നുചേർന്നിരിക്കുന്ന ശ്രീ ഹരിചേട്ടൻ ഗുരുവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങിലും ജില്ലയിലെല്ലായിടത്തും നിറസാന്നിധ്യമാണ്. അതുപോലെ പേരെടുത്ത് പറയേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ എന്നറിയാം. ഞാനതിന് മുതിരുന്നില്ല. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മഹത്തുക്കളുടെയും എല്ലാ ബഹുമാന്യരുടെയും സഹോദരി സഹോദരന്മാരുടെയുമൊക്കെ അനുമതിയോടുകൂടി SNV സദനത്തിൻ്റെ ഈ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തതായി ആദ്യമേ അറിയിക്കട്ടെ. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവിധത്തിലുള്ള ഭേദചിന്തകൾക്കും അതീതമായി മനുഷ്യനെ ഒന്നായിട്ടാണ് കണ്ടിരുന്നത്. ഗുരു ലോകത്തിന് ആദ്യമായി നൽകിയ മഹനീയമായ സന്ദേശത്തിൽ തന്നെ ഗുരുദേവൻ പറഞ്ഞത് അക്കാര്യമാണ് ഗുരു വെളിപ്പെടുത്തിയത്. എല്ലാ ഭേദചിന്തകൾക്ക് അതീതമായി മനുഷ്യനൊന്നാണെന്ന്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ജാതിഭേദമില്ല, മതഭേദമില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്, ലിംഗഭേദവുമില്ല. ഞാനതെടുത്ത് പറയാൻ വേണ്ടിയാണ് കാര്യം പറഞ്ഞത്. കാരണം ഗുരു എല്ലാ മനുഷ്യരെയും തുല്യരായിട്ടാണ് കണ്ടത്. അവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദചിന്തകൾക്ക് ഗുരു ഒരു സ്ഥാനവും കൽപ്പിച്ചിട്ടില്ല. സ്ത്രീകൾ ശക്തി കുറഞ്ഞവരാണ്, പുരുഷന്മാർ ശക്തിയുള്ളവരാണ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും തുല്യർ തന്നെയാണ്. അപ്പോൾ അത് ഗുരുവിനുണ്ടായിരുന്നു. ഈ സ്ത്രീ സമത്വത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഫെമിനിസം എന്നൊക്കെ പേരിൽ ഇന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടവരാണ് എന്ന ആ ഒരു വലിയ കാഴ്ചപ്പാട് ശ്രീനാരായണ ഗുരുദേവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരു ഇപ്രകാരം സദനങ്ങൾ നിർമ്മിക്കുവാനായിട്ട് പ്രേരണ അക്കാലത്ത് തന്നെ നൽകിയത്. അങ്ങനെ സദനം നിർമ്മിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരണമെന്നും തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരണമെന്നും അങ്ങനെ കടന്നു വരുന്നവർക്ക് സുരക്ഷിതമായിട്ട് ഒന്നിച്ച് താമസിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നും ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ശ്രീനാരായണ ഗുരുദേവൻ അതൊക്കെ അന്നേ കണ്ടിരുന്നു. വരാനിരിക്കുന്ന ലോകം എപ്രകാരമായിരിക്കും അല്ലെങ്കിൽ എപ്രകാരമായിരിക്കണം എന്നത് സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവന് അത്ര ആഴത്തിലുള്ള ഒരു ദർശനമുണ്ടായിരുന്നു. ഗുരുവിൻ്റെ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ദീർഘദർശിത്വം എന്ന് പറയുന്നത് അതാണ്. എത്രയോ മുൻപ് തന്നെ ഗുരു ഇതൊക്കെ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാഗുരുവിൻ്റെ എല്ലാവിധ അനുഗ്രഹ വിശേഷങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതൊരിക്കലും താഴേക്ക് പോകില്ല. നാൾക്ക് നാൾ ഇതിങ്ങനെ വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും വേഗത്തിലാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരുന്നതിന് പ്രധാന കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച തപസ്വിനി അമ്മയുടെ ത്യാഗനിർഭരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ നേരത്തെ ഇവിടെ പ്രസംഗിച്ചവരൊക്കെ സൂചിപ്പിച്ച നമുക്ക് ഏവർക്കും ആരാധ്യനായിട്ടുള്ള സാനുമാഷിൻ്റെ വലിയൊരു സാന്നിധ്യം, സാനുമാഷിന് നിത്യമായൊരു സാന്നിധ്യം തന്നെ ഈ മണ്ണിൽ എന്നും ഉണ്ടായിരുന്നു. അപ്പോൾ സാനുമാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടമായിരുന്നു അത്. അപ്പോൾ സാനുമാഷിൻ്റെയൊക്കെ ആ സാന്നിധ്യം, ഇതൊക്കെ തന്നെ അങ്ങനെ മഹത്തുക്കളുടെ ഒരു സാമീപ്യം വന്നു ചേരുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം വന്നു ചേരുമ്പോൾ തന്നെ ഈ മണ്ണ്, ഈ സ്ഥാപനം ഇത് ഉത്തരോത്തരം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പേര് തന്നെ സാനുഗീതം എന്നാണ്. അത് തന്നെ മാഷിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു സ്മാരകമായിട്ട്, മാഷിൻ്റെ സ്മാരകമെന്ന് പറയുന്നത് മാഷ് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നൽകിയ മഹത്തായ സംഭാവനകൾ എന്നും നിലനിൽക്കുന്നതോടൊപ്പം
നമുക്ക് ഈ ബിൽഡിങ് കാണുമ്പോൾ എപ്പോഴും മാഷിനെ തന്നെ ഓർക്കുവാൻ കഴിയും വിധം ഈ ഒരു മന്ദിരത്തിന് മാഷിൻ്റെ പേര് തന്നെ നിർദ്ദേശിച്ചത്, നൽകിയത് അത് ഈ SNV സദനം അതിന് കാണിച്ച ഒരു സന്നദ്ധതയിൽ SNV സദനത്തിൻ്റെ പ്രവർത്തകരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇത് എന്നും മാഷിൻ്റെ ആ നാമം ഇവിടെ നിലനിൽക്കുവാനായിട്ട് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനിവിടെ ദീർഘമായിട്ടൊന്നും സംസാരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ഒരു പാതയാണ് നമ്മളൊക്കെ പിന്തുടരുന്നത്. ഗുരുവിൻ്റെ പാത പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള സങ്കുചിതത്വവും നമ്മെ തീണ്ടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊണ്ടതാണ് എന്നുള്ളതാണ്. ഗുരു എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരി മനുഷ്യനെയാണ് മുന്നിൽ കണ്ടത്. ലോകത്തിൻ്റെ നിലനിൽപ്പിനും ലോകത്തിൽ എന്നും സമാധാനവും ശാന്തിയും നിലനിർത്തുക എന്നതായിരുന്നു ഗുരുവിൻ്റെ കർമ്മങ്ങളിലൂടെ ഗുരു ലക്ഷ്യം വെച്ചത്. നമുക്കറിയാം ലോകത്തിൻ്റെ പല കോണുകളിലും ഇന്ന് അശാന്തി വർദ്ധിച്ച് വരികയാണ് എന്ന്. ഇപ്പോഴും ഇറാനടക്കമുള്ള രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നു. ലോകത്തിൻ്റെ പല കോണുകളിലും ഇങ്ങനെ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം പ്രധാനമായിട്ടുള്ള ഒന്ന് സമ്പത്താണെങ്കിലും മതവും ഇതിൻ്റെ ഒരു ഘടകമായിട്ട് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. മതാത്മകമായിട്ടുള്ള കലഹം മതമുണ്ടായ കാലം മുതൽ തന്നെ ആരംഭിച്ചതാണ്. ആ മതകലഹത്തിന് ശാശ്വതമായി നമുക്കൊരു പരിഹാരം എവിടെ കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ്. ഗുരു അത് നമുക്ക് ഗുരുവിൻ്റെ കൃതികളിലൂടെ ഗുരുവിൻ്റെ കർമ്മങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഗുരുവിൻ്റെ കൃതികളെന്ന് ഞാൻ പറഞ്ഞത് ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിൻ്റെ മതദർശനം അവതരിപ്പിക്കുന്നുണ്ട്. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതെ മർന്നിടേണമെന്നും പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല പരമതവാദി ഇതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. രണ്ട് മതങ്ങൾ തമ്മിൽ പോരാട്ടമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു മതത്തിനൊരു മതത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. പൊരുത് ജയിപ്പത് അസാധ്യമെന്നാണ് ഗുരു പറഞ്ഞത്. എന്ന് മാത്രമല്ല, അന്യമതങ്ങളെ വിദ്വേഷിക്കുന്നവർ പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടും. സ്വയം നശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അന്യമതങ്ങളെ ദ്വേഷിക്കുന്നവർ സ്വയം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഗുരുദേവൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ ഗുരു ഉൾക്കൊണ്ട ഗുരു നമുക്ക് നൽകിയ ഈ മതദർശനത്തെ പിൻപറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലെന്നും ശാന്തിയോടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയും. ഗുരു അത് ഗുരുവിൻ്റെ കർമ്മങ്ങളിലൂടെ തെളിയിച്ചത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 1924 മാർച്ച് മാസം 3-4 തീയതികളിലായി ഗുരുദേവൻ അവിടെ സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുകയുണ്ടായി. എല്ലാ മത പണ്ഡിതന്മാരെയും ഒരു വേദിയിലേക്ക് ക്ഷണിച്ചിട്ട് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന നിർദ്ദേശം അവർക്ക് നൽകിക്കൊണ്ട് അവരോട് ഗുരു പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മതത്തിൻ്റെ മൂലതത്വങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കണമെന്നാണ്. അങ്ങനെ എല്ലാ പണ്ഡിതന്മാരും അവരുടെ മതത്തിൻ്റെ മൂലതത്വങ്ങളെക്കുറിച്ച് അവിടെ പ്രസംഗിച്ചപ്പോൾ എല്ലാ പ്രസംഗങ്ങളും വേദിയിലിരുന്നു കൊണ്ട് കേട്ട ഗുരു ഒടുവിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ പറഞ്ഞത്, ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നു: എല്ലാ മതങ്ങളുടെയും പരമമായ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ശിവഗിരിയിൽ നാം സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് എന്നുകൂടി തൃപ്പാദങ്ങൾ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ഗുരുവിൻ്റെ അനുകമ്പാദശകം എന്ന കൃതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്ത് നാളിതുവരെ ഉണ്ടായിട്ടുള്ള മഹാപ്രവാചകന്മാരെ മഹാഗുരുക്കന്മാരെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പരമാർത്ഥമുരച്ച് തേർവിടും പൊരുളോ ഈ പ്രയോഗത്തിലൂടെ ശ്രീകൃഷ്ണനെയും ഭൂതദയ ക്ഷമാബ്ധിയോ എന്ന പ്രയോഗത്തിലൂടെ വർദ്ധമാന മഹാവീരനെയും സരളാദ്വയ ഭാഷ്യകാരൻ എന്ന പ്രയോഗത്തിലൂടെ ശങ്കരാചാര്യരെയും പുരുഷാകൃതി പൂണ്ട ദൈവമെന്ന പ്രയോഗത്തിലൂടെ ശ്രീരാമചന്ദ്രനെയും നരദിവ്യാകൃതി പൂണ്ട ധർമ്മമെന്ന പ്രയോഗത്തിലൂടെ ശ്രീബുദ്ധനെയും
പരമേശ പവിത്രപുത്രൻ എന്ന പ്രയോഗത്തിലൂടെ ക്രിസ്തുദേവനെയും കരുണാവാൻ നബി മുത്തുരത്നമെന്ന പ്രയോഗത്തിലൂടെ മുഹമ്മദ് നബിയെയും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ആ കൃതിയുടെ ഫലശ്രുതിയിൽ ഗുരുദേവൻ പറഞ്ഞു വെച്ചത് അരുമാമറയോതും അർത്ഥവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനുമെന്നാണ്. എല്ലാ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും എല്ലാ ഗുരുക്കന്മാർ പറഞ്ഞതിൻ്റെ പൊരുളും എല്ലാ പ്രവാചകന്മാരും മുനിമാരും ഒക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുളും ഒന്ന് തന്നെയാണ് എന്ന് ഗുരു അനുകമ്പാദശകത്തിൻ്റെ ഫലശ്രുതിയിലും പറഞ്ഞു വച്ചിരിക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ കൃതികളിലൂടെ ഗുരുവിൻ്റെ കർമ്മങ്ങളിലൂടെയൊക്കെ ലോകശാന്തിയെ മുൻനിർത്തി മനുഷ്യനിവിടെ ശാന്തമായി സമാധാനപരമായി അവനവൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ, ഒരു മതം മാറ്റമല്ല ഗുരു പറയുന്നത്, ഓരോ മതത്തിലും ഗുരു ഗാന്ധിയുമായിട്ടുള്ള സംഭാഷണ മധ്യേ പറയുന്നുണ്ട്. ഗാന്ധിജി ഗുരുവിൻ്റെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, ഹിന്ദുമതത്തിൽ മോക്ഷത്തിനുള്ള മാർഗമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു അതിന് നൽകിയ മറുപടി മറ്റു മതങ്ങളിലും അതുണ്ടല്ലോ എന്നാണ്. മറ്റു മതങ്ങളിലും അതുണ്ടല്ലോ. ഗാന്ധിജിയെ വീണ്ടും ചോദിച്ചപ്പോൾ ഹിന്ദുമതത്തിൽ മോക്ഷത്തിനുള്ള മാർഗമില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് ധാരാളമായി ഉണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഗുരു ഇപ്രകാരം എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ വിശ്വാസികളും അവരവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് അന്യമതങ്ങളോട് സൗഹാർദ്ദവും ബഹുമാനവും പുലർത്തി ജീവിക്കുന്ന ഒരു ലോകത്തെയാണ് ശ്രീനാരായണ ഗുരുദേവൻ മുന്നിൽ കണ്ടത്. അത്തരം ഒരു കാഴ്ചപ്പാടിന് ഇന്നത്തെ ലോകത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ അത് ഇന്ന് തിരിച്ചറിയേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ലോകശാന്തിക്കും ലോകസമാധാനത്തിനുമുള്ള ദിവ്യ ഔഷധമാണ് ശ്രീനാരായണ ഗുരുദേവനും ഗുരുവിൻ്റെ കൃതികളും എന്ന് ആ ഒരു യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഗുരുവിൻ്റെ പാത പിന്തുടരാം. ഈ ഒരു പ്രസ്ഥാനത്തിന് ഇനിയും ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായിട്ടറിയുന്നു. ഉത്തരോത്തരം പുരോഗതി ഉണ്ടാകട്ടെ. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ശാന്തമായി സന്തോഷമായി എല്ലാവിധ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അത് അഭംഗുരം തുടരുവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. സുകുമാരൻ ചേട്ടനെ ക്ഷണിക്കുന്നു ആശംസകൾ അർപ്പിക്കാൻ. സംപൂജ്യനായ സ്വാമി തൃപ്പാദങ്ങളെ, നമ്മുടെ ശാരി പ്രസിഡൻറ്റ്, പ്രിയപ്പെട്ട ട്രസ്റ്റാംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മംഗളകരമായ കർമ്മം നടന്നു. ആ കർമ്മത്തിൽ സ്വാമി ആ മുറിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയത് 2 വർഷം മുമ്പ് നാം തറക്കല്ലിട്ട നമ്മുടെ കെട്ടിട നിർമ്മാണത്തിൻ്റെ എല്ലാ കെട്ടുകളും ഇതോടൊപ്പം അഴിയുകയും നാം ഇനി തുടങ്ങി വച്ചിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും അത് ഒരു വലിയ അനുഗ്രഹം കിട്ടിയ പോലെ അത് പുനർജീവിക്കും എന്നുള്ള സ്വാമിയുടെ വാക്കുകളൂടെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ ഈ ഗ്രഹം നമുക്ക് തന്ന മിസ്റ്റർ നമ്പ്യാർ എൻ്റെ ഒരു പഴയകാല സുഹൃത്താണ്. അദ്ദേഹം വളരെ സന്മനസ്സോടുകൂടി സദനത്തിന് വേണ്ടി മാത്രം ഈ കെട്ടിടം മാറ്റിത്തരികയും നമുക്ക് ഇത്രയും സൗകര്യം ചെയ്യുകയും ചെയ്ത ആ മഹാത്മാവിനോടുള്ള ഒരു നന്ദി കൂടെ പറയുന്നു. നമുക്ക് തമ്മിൽ കൂടുതൽ സഹകരിച്ചുകൊണ്ട് കൂടുതൽ നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാം. നമ്മളുടെ സദനത്തിൻ്റെ ഈ വിവിധമായ പ്രവർത്തന സരണികളെ മനസ്സിലാക്കിയിട്ടുള്ള സ്വാമിജി അവർകൾ ഇനിയും സദനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തു തരുമെന്നും അങ്ങനെ കൂടുതൽ വളർച്ചയിലേക്ക് നാം എത്തുമെന്നും പ്രാർത്ഥിക്കുന്നു. ഗുരുദേവൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നന്ദി. ശശീന്ദ്രൻ വക്കീൽ സാറിനെ ക്ഷണിക്കുന്നു ആശംസകൾ അർപ്പിക്കാം. സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട യോഗം അധ്യക്ഷ ശ്രീമതി CH ഷാരി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും
അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സംപൂജ്യനായ ധർമ്മചൈതന്യ സ്വാമികൾ, ആശംസ അർപ്പിച്ച ശ്രീ ഇ കെ സുകുമാരൻ, ഈ സദസ്സിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഇ എം ചന്ദ്രൻ, പ്രാർത്ഥനാഗീത ആലപിച്ച ശ്രീമതി അനിത ദിലീപ്, ആശംസാ പ്രസംഗം തുടർന്ന് നടത്തുന്നതിന് ഉപവിഷ്ടരായിട്ടുള്ള ശ്രീ രഞ്ജിത്ത് സാനു, ശ്രീമതി എൻ രമ്യ, ശ്രീമതി എം ആർ ഗീത. വളരെ സന്തോഷകരമായ ഒരു വിശുദ്ധമായ പരിശുദ്ധമായ ഒരു കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. SNV സദനത്തിനോട് ചേർത്ത് തന്നെ ഇത്രയും വിസ്തൃതമായ, ഇത്രയും വിശാലമായ, സൗകര്യപ്രദമായ ഒരു സ്ഥലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എത്രയോ സ്ഥലങ്ങളിൽ 13 കേന്ദ്രങ്ങളിൽ വാടക കെട്ടിടങ്ങളിൽ മാറി മാറി ആണ് ഈ സദനം പ്രവർത്തിച്ചു വന്നത്. 1921 സ്ഥാപിച്ച ഇതുവരെ ഒന്നുള്ള സ്ഥലസൗകര്യങ്ങളില്ലാത്തതിൻ്റെ വേദനയും വശവുമായിട്ടാണ് ഈ കുട്ടികളെയും കൊണ്ട് സദനത്തിൻ്റെ പൂർവ്വസൂരികളായ നമ്മുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ നായികമാർ നടന്നിട്ടുള്ളത്. അതിനെല്ലാം സമാധാനമായി ഇന്നും ഇവിടുത്തെ തിരക്ക് കുറക്കാനും അത്യാധുനിക സൗകര്യമുള്ള ഒരു പുതിയ ഹോസ്റ്റൽ കെട്ടിടമാക്കുന്നു നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഇതൊരു ചരിത്ര മുഹൂർത്തമായി മാറുന്നു. അതിൻ്റേതായ അത്യാഹ്ലാദം ആദ്യമായി ഞാൻ പങ്കുവയ്ക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 2025 2026 SNV സദനത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ജംഗമ വസ്തുക്കൾ കൈവശം വന്നു ചേർന്ന 2 വർഷങ്ങളാണ്. 2025 ജൂലൈ 14 നമുക്ക് അബലാശരണത്തിൻ്റെ തർക്കത്തിൽ കിട്ടുന്ന വാക്കാൽ പാട്ടം കിട്ടി അതിന് നിയമനിർമ്മാണ സഭയിലൂടെ റെഗുലറൈസ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് പേരിലേക്ക് പട്ടയം കിട്ടുന്നതിനുള്ള ഒരു ഭഗീരഥ പ്രയത്നം ഏതാണ്ട് 1.25 നൂറ്റാണ്ടുകളായി തുടർന്നു വന്നു. ഒടുവിൽ സാനു മാസ്റ്റർ ഇതിൻ്റെ ഭരണ സാരഥ്യം ഏറ്റപ്പോഴാണ് നമുക്കതിനൊരു സമാധാനമായത്. ഒരുപാട് നേതാക്കന്മാരുണ്ട് പ്രവർത്തിച്ചിരുന്നു. പക്ഷേ മാഷിൻ്റെ അധ്യക്ഷനായി വന്നപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് ആ മീറ്റിങ്ങിൽ വന്ന റവന്യൂ മന്ത്രി അദ്ദേഹം പറഞ്ഞു, സാനു മാഷ് എന്നോട് ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മന്ത്രിയെ കാണാൻ ഒന്നങ്ങോട്ട് വരുന്നുണ്ട്, ഒരു സമയം അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പം മന്ത്രി പെട്ടെന്ന്, അയ്യോ മാഷ് എന്താ പറയണ, മാഷ് എന്നെ കാണാൻ വരണോ, ഞാൻ അങ്ങോട്ട് വരുമല്ലോ എന്ന് പറഞ്ഞ് ഒരു വഴി തുറന്നു. അങ്ങനെയാണ് മിനിസ്റ്റർ രാജൻ ആപ്ലിക്കേഷൻ എഴുതി മേടിച്ച് അതിനുശേഷം തിരുവനന്തപുരത്ത് നമ്മുടെ ഗീത, നമ്മുടെ അന്നത്തെ സെക്രട്ടറി, ഇന്നും സെക്രട്ടറി തന്നെ, ഗീത വെളുപ്പാങ്കാലത്ത് ഒരു കാറ് പിടിച്ചു പോകും. അവിടെ മന്ത്രിയുടെ ഓഫീസിൽ പോയിരിക്കും. ഒരുപാട് തിരക്ക്, കണ്ണും കാതും കേൾക്കാൻ പറ്റാത്ത ബഹളം. അതിനിടെ ഏറ്റവും വേഗം കുറച്ച് സമയം എടുത്തിട്ട് സാനു മാഷിൻ്റെ ആളെവിടെ എന്ന് അകത്തുനിന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഗീത പുറത്ത് നിന്ന് തല നീട്ടി അങ്ങ് ചെല്ലും. അങ്ങനെ പ്രശ്നം പരിഹരിക്കും. അങ്ങനെയുള്ള ഒരു സമരത്തിലൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹന സമരമാണ്, നമുക്ക് നേടിയെടുക്കണം. ഒരു ദിവസം വൈകിപ്പോൾ കിട്ടില്ല, അല്ല നീണ്ടു പോകും. അങ്ങനെ ഒരു സഹനത്തിൻ്റെ ഭാഗമായി തീരാനായിട്ട് ഗീതയും കഴിഞ്ഞു. അതിന് ഗീത എല്ലാം അന്ന് ആ മീറ്റിങ്ങിൽ മന്ത്രിയൊക്കെ ഉടനെ ഗീത അവർക്ക് അത്രയേറെ പരിചിതമായി സെക്രട്ടറിയേറ്റ് ചെന്നപ്പോൾ. ആ മീറ്റിംഗ് എന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ അഭിമാനത്തിൻ്റെ ഒരു അത്യുച്ചത കോടിയിൽ എത്തിക്കുകയും അഭിമാന വിജൃംഭിതമായ നിമിഷങ്ങളെന്നൊക്കെ പറയുന്ന ഒരു നിമിഷമാണ് 2025 ജൂലൈ 14 തിങ്കളാഴ്ച അബലാശരണത്തിൽ നടന്നു. ഇപ്പോൾ ഗീത പറയുന്നു ഇവിടെ സ്ഥല സൗകര്യം കുറവാണെന്നുള്ളൊരു ക്ഷമായാചന നടത്തി. ആ അബലാ മന്ദിരത്തിന് മുറ്റത്ത് ഒരു മഴക്കാലമാണ്, 4 നില പന്തലില്ല, ആഘോഷങ്ങളില്ല, ആർഭാടങ്ങളില്ല, അലങ്കാരങ്ങളില്ല, താലവൃന്ദങ്ങളില്ല, ഒന്നുമില്ല. എന്നിട്ടും അവിടെ വെച്ചൊരു മീറ്റിംഗ് മാഷ് നടത്തിച്ച് പല അഭിപ്രായങ്ങളും ആൾക്കാർ പറഞ്ഞു, ഇത് വലിയ പരിപാടിയല്ലേ, മന്ത്രി തന്നെ പരിപാടിയല്ലേ, നമുക്ക് കുറച്ചും കൂടി വിപുലമായ സ്ഥലത്ത്. മാഷ് സമ്മതിച്ചില്ല. മാഷ് മന്ത്രിമാരൊക്കെ ഇവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞു. ഏതായാലും മാഷ് അന്ന് കുറച്ചൊക്കെ പരിക്ഷീണനായിരുന്നുവെങ്കിലും ആ ദിവസം മാഷ് ഈ ഫംഗ്ഷൻ 5 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വന്നിരുന്നു. മാഷ് അന്ന് കുറച്ച് പരിശീലനായിരുന്നു. എല്ലാവരും കണ്ടവർ ചോദിച്ചു, മാഷിന് കുറച്ച് ക്ഷീണമുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞ് പരസ്പരം ആളുകളിൽ ആശയം കൈമാറിയിരിക്കുകയാണ്. പക്ഷേ മന്ത്രി വരാൻ വൈകി അദ്ദേഹം വന്നു. അപ്പോൾ മാഷ്
പൂർവാധികം ഓജസ്സോടുകൂടി മാഷ് അവിടെ ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ചു. അന്ന് അവിടെ വന്ന ആളുകൾ ചില്ലറക്കാരല്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ മന്ത്രി രാജൻ, എറണാകുളം ജില്ലയുടെ വ്യവസായ മന്ത്രി പി രാജൻ, എറണാകുളം ജില്ലാ കളക്ടർ SAK ഉമേഷ്, എറണാകുളത്തിൻ്റെ MLA TJ വിനോദ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ ആ അബലാമന്ദിരത്തിൻ്റെ വർണ്ണോജലമല്ലാത്ത മുഷിഞ്ഞ അന്തരീക്ഷത്തിൽ വന്നിരുന്നു. മാഷ് അവിടെ ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയ കൂട്ടത്തിലാണ് ഈ രാജൻ മന്ത്രി ഈ മാഷ് എന്നെ കാണാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മലയാള ലോകം ശ്രീനാരായണ ഗുരുവിൻ്റെ കുലത്തിൽപ്പെടുന്ന ആൾക്കാർ അഭിമാനം കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച സമയമായിരുന്നു. കാരണം അന്ന് അവിടെ ആരൊക്കെ വന്നോന്നറിയാമോ? റവന്യൂ വകുപ്പിൻ്റെ ഭരണാധികാരിയായ റവന്യൂ മിനിസ്റ്റർ, പിന്നെ ഈ ജില്ലയിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്ന നമ്മുടെ മിനിസ്റ്റർ രാജീവ്, പിന്നെ ഇത് എറണാകുളത്തിൻ്റെ പ്രതിനിധിയായ TJ വിനോദ്, എറണാകുളത്തിൻ്റെ റവന്യൂ ജില്ലയുടെ തലവനായ റവന്യൂ ആസ്ഥാന തലവനായ ഉമേഷ് SAK ഉമേഷ്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ, അദ്ദേഹത്തിന് താഴെയുള്ള തഹസിൽദാർ, ലാൻഡ് അസൈൻമെൻറ്റ് തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, റവന്യൂ ഇൻസ്പെക്ടർ, അതിന് വില്ലേജ് അസിസ്റ്റൻറ്റ്, ചെയിൻമാൻ തുടങ്ങിയിട്ടുള്ള പ്യൂൺ തുടങ്ങിയ ഡഫൈദാർ തുടങ്ങി പോലീസ് തുടങ്ങിയിട്ടുള്ള സർവ്വവിധ സന്നാഹങ്ങളും നമ്മുടെ ഒരു സ്ഥാപനത്തിൽ കടന്നു വന്നു. ഈ സദസ്സിന് മുമ്പാകെ അദ്ദേഹം സാനുമാഷ്ടയിലേക്ക് പട്ടയെടുത്തു കൊടുത്തു. ഇത് അനിതര സാധാരണമായ അപൂർവമായ ഒരു സംഭവമാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നമ്മുടെ ഒരു കൊച്ചു സ്ഥാപനത്തിൽ വന്ന് സാനുമാഷിൻ്റെ ശുഷ്കമായ കൈകളിലേക്ക് പഴയ ഒരു ഡോക്യുമെൻ്റ് എത്തിച്ചു കൊടുത്തപ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ അഭിമാനം ഉണ്ടാകാൻ പറ്റിയ ഒരു നിമിഷം വേറെയില്ല. അത് ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ കുറിക്കേണ്ട ഒരു സംഭവമായി ഞാൻ എണ്ണുകയാണ്. അതിൻ്റെ തന്നെ തുടർച്ചയാണ് ഇന്ന്. അന്ന് നമുക്ക് ഭൂമി ഉണ്ടായിരുന്നു, നമുക്കന്ന് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പേരിലെ വസ്തു വന്നില്ല. ആ വസ്തു വരാനൊരു കാരണക്കാരനായത് മാഷിനോടുള്ള സമൂഹത്തിൻ്റെ മതിപ്പും സ്നേഹവും ബഹുമാനവും ആദരവുമാണ്. കളക്ടർ ഒരു വാക്ക് പറഞ്ഞു. കളക്ടർ ബ്രഹ്മാണ്ഡം പോലെ കിടക്കുന്ന തമിഴ്നാട്ടുകാരനാണ്, തമിഴിനാണ്. കളക്ടർ പറഞ്ഞു, എൻ്റെ നാട് തമിഴ്നാടാണ്, പക്ഷേ അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. ഒരു മാഷിനെ, ഒരു അധ്യാപകനെ ഇങ്ങനെ ജനങ്ങൾ സ്നേഹിച്ചൊരു സംസ്ഥാനം കേരളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സാനുമാഷ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും അദ്ദേഹത്തെ തിരിച്ചറിയാതിരിക്കില്ല. അത്രയേറെ മഹത്വവൽക്കരിച്ച ഒരു മാഷാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അഭിമാനിക്കാനുള്ള വക നിങ്ങൾക്കുണ്ട് എന്ന് ആ തമിഴനായ യുവാവായ ഉമേഷ് കളക്ടറോട് ഇരുന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മെ ത്രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മാഷിനെ പോലെ ആകാനായിട്ട് കുട്ടികൾക്ക് പ്രേരണ കൊടുക്കാൻ പോകുന്ന സംഭവങ്ങളായിട്ട് ഞാൻ എണ്ണുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, സദനത്തിൻ്റെ വളർച്ച ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 13 സ്ഥലങ്ങളിൽ ഈ സ്ഥാപനം ഇരുന്നു. ഇവിടെ നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം സദനത്തിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ 2-3 കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മുടെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്ത് കേരളം തമസിലേക്ക് ആണ്ട് പോയ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ നിർവാഹമില്ല, വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ല, പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല. ഇതെല്ലാമാണ് ആ കാലഘട്ടം. അക്കാലത്തെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യവും കിട്ടിക്കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ എവിടെ നിന്ന് പഠിക്കും കുട്ടികൾ? പെൺകുട്ടികൾ എവിടെ നിന്ന് പഠിക്കും എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയായിരുന്നു. ജോലിക്ക് വിടാമെന്ന് വെച്ചോ. അന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഒരു നവോത്ഥാനം ഉണ്ടായി. എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുകയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കോളേജ് പഠിത്തത്തിന് പറഞ്ഞ സമയത്ത് എറണാകുളത്ത് വന്ന് എവിടെ താമസിക്കും പെൺകുട്ടി? വലിയ ചോദ്യമായിരുന്നു. അക്കാലത്ത് ഇത്തരത്തിലുള്ള പഠനത്തിന് സാധ്യത ഉണ്ടായിരുന്ന കുറേ ധനാഢ്യരായ കുടുംബങ്ങൾക്കുണ്ടായിരുന്നു. ധനാഢ്യരായ കുടുംബങ്ങൾക്ക് ചില ബന്ധുബലങ്ങളെല്ലാം പട്ടണത്തിലുണ്ടായിരിക്കും. അപ്പോൾ മോളെയും കൂട്ടിക്കൊന്ന് ഈ കുട്ടിക്ക് ഇവിടെ താമസിക്കാൻ ഇടം കൊടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആയിക്കോട്ടെ മോളെ ഇവിടെ നിന്നോട്ടെ എന്ന് പറയും. അങ്ങനെ വീടുകളിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്താണ് ഒരു പൊതു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. ഈ പെൺകുട്ടികളെ താമസിപ്പിക്കാനും സുരക്ഷിതമായിട്ട് എറണാകുളത്ത് താമസിക്കാനും ജോലി ചെയ്യാനുള്ള ഒരു അഭയസ്ഥാനം ഇവിടെ വേണമെന്ന് പറഞ്ഞു. അന്നിവിടെ ഹോസ്റ്റലുണ്ട്, നായർ ഹോസ്റ്റലുണ്ട്, NSSൻ്റെ ഹോസ്റ്റലുണ്ട്, ബ്രാഹ്മിൻസിൻ്റെ ഹോസ്റ്റലുണ്ട്. അവിടെ ഒന്നും ഇഴവരായ ആളുകൾക്ക് പ്രവേശനമില്ല. അതൊരു ചലഞ്ചായിരുന്നു.
അപ്പം ചെറായിൽ 1917 പന്തിഭോജനം നടത്തി നമുക്കെല്ലാവരും കൂടി ഒന്നിച്ച് ഊണ് കഴിക്കാവുന്ന ഒരു മനസ്സ്, ഒരു കാലാവസ്ഥ അദ്ദേഹം സമരം ചെയ്യുന്ന കണ്ടെടുത്തു. അപ്പോൾ എല്ലാവരും കൂടി നമുക്ക് ഒന്നിച്ചിരിക്കാം എന്നൊരു സ്വാതന്ത്ര്യം ഉണ്ട് കിട്ടി, ഒന്നിച്ച് ഉണ്ണാം എന്നൊരു സ്വാതന്ത്ര്യം കിട്ടി. മാനസികമായിട്ട് ജനങ്ങളെ തയ്യാറെടുപ്പിക്കാൻ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പാണ് ഒന്നിച്ച് ഉറങ്ങാനൊരു സൗകര്യം കിട്ടണം. നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഒരു കെട്ടിടത്തിനകത്ത് പായ വിരിച്ച് ഉറങ്ങുക എന്ന് പറയുന്ന ഒരു ചരിത്രമായിരുന്നു. ആ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കെടുക്കുന്നതിന് ഒരുപാട് ആൾക്കാർ വന്നു. ആ കാലത്ത് ഈഴവർ മാത്രമല്ല, ശ്രീനാരായണ വിദ്യാർത്ഥി സദനം എന്നെല്ലാം പറയുമ്പോൾ അതിനകത്ത് ഉള്ളത് ഒരു ഈഴവർക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ള സ്ഥാപനമെന്നൊരു ധ്വനി ആ പേരിൽ വരുന്നത് ആരെങ്കിലും വായിച്ചെടുക്കും. പക്ഷെ അങ്ങനെയായിരുന്നില്ല. ആ പഴയ കാലത്തും നാനാജാതി മതസ്ഥരായ സവർണരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെല്ലാം തന്നെ ഇവിടെ അന്തേവാസികളായിരുന്നു. അങ്ങനെ ഗൗരി അമ്മയും ദക്ഷാണി വേലാതനും എല്ലാം ഇവിടെ അന്തേവാസികളായി പോയ സ്ഥലമാണ്. അതുകൊണ്ട് ഈ നഗരത്തിൻ്റെ ഒരു മുഖം, ഒരു സാംസ്കാരിക മുഖം, പതിതരെ സ്നേഹിക്കുന്നൊരു മുഖം, അശരണരെ സ്നേഹിക്കുന്ന മുഖം, എല്ലാവർക്കും അഭയം കൊടുക്കുന്ന ഒരു കേന്ദ്രം എന്ന രീതിയിൽ ഈ സദനം വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ്. അതിൻ്റെ വ്യത്യസ്തതയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ വന്നുപോകാത്ത ദേശീയ നേതാക്കന്മാരില്ലല്ലോ. ഇന്ദിരാഗാന്ധി വന്നു, ദേബർ വന്നു, അതുപോലെ തന്നെ ഗാന്ധിജി അബലാ മന്ദിരത്തിൽ വന്നു. ഇതെല്ലാ സ്ഥാപനങ്ങളും ഇന്ത്യയിലുള്ള ദേശീയ നായകന്മാരെല്ലാവരും ഇവിടെ വന്ന്, ജഗജീവൻ റാം വന്നു, എല്ലാം വന്ന് ഇവിടെ വന്ന് പോയിട്ടുണ്ട്. അതെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും എല്ലാം ലോകത്തിൻ്റെ 4 വാർഡുകളിലും എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ളൊരു മഹിത പാരമ്പര്യം പേറി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കൊണ്ട് സദനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നില്ല. അപ്പം നമ്മൾ ഒന്നിച്ച് ഊണ് കഴിക്കാൻ അവസരം ഉണ്ടാക്കി, ഒന്നിച്ച് ഉറങ്ങാൻ അവസരം ഉണ്ടാക്കി. അതിനുശേഷം പ്രശ്നങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ അബലാ മന്ദിരം 1969 നമുക്ക് തപസ്വിനിയമ്മ, ഗുണവതിയായ പുണ്യവതിയായ തപസ്വിനിയമ്മ സദനത്തിൽ തന്നതോടുകൂടി തന്നെ സ്ത്രീകളുടെ തൊഴിൽ നൽകാനും തൊഴിൽ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രം കൂടി സദനത്തിലേക്ക് കീഴിൽ ആരംഭിച്ചു. പിന്നീട് നമുക്ക് പ്രശ്നങ്ങൾ വന്നു. ഈ പുതിയ കാലഘട്ടത്തിൽ വീട്ടിൽ ആരും ഇല്ലാത്ത ആൾക്കാർ, വൃദ്ധരായ ആളുകൾ, അഗതികളായ ആളുകൾക്ക് അവർക്ക് താമസിക്കാനൊരു സൗകര്യം കൊടുക്കണം. അവർക്ക് താമസിക്കാൻ സൗകര്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആൺ പെണ്ണ് വ്യത്യാസമൊക്കെ അന്ന് മാറി. അതിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിച്ച് ഒരു കെട്ടിടത്തിനുള്ളിൽ താമസിക്കാനുള്ള സൗകര്യമായി നമുക്ക് ശാന്തി നികേതനം വളരെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം പുറകിൽ വളരെയേറെ ബുദ്ധിപൂർവമായ ആസൂത്രിതപരമായ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യപ്പം നമ്മുടെ വേലായുധ മാഷ് ദീർഘകാലം എൻ്റെ അധ്യക്ഷനായിരുന്നു. അതുപോലെ സാനു മാഷ്, പിന്നെ എൻ്റെ സെക്രട്ടറിമാരായി പ്രവർത്തകർ ഒരുപാട് അവരുടെയൊക്കെ എണ്ണം വളരെ കൂടുതൽ. ഞാൻ പറഞ്ഞു പോയ കുറേ ആൾക്കാരെ വിട്ടു പറയുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ആതുര രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിനും പിന്നോക്കക്കാരുടെ ക്ഷേമത്തിനും മൊത്തത്തിൽ സമൂഹത്തിൻ്റെ ഒരു പൊതു നേട്ടത്തിന് വേണ്ടി മുന്നേറിയ സ്ഥാപനമാണ്. ഈ നഗരത്തിലെ ഏത് വനിതാ ഹോസ്റ്റലിനെ അപേക്ഷിച്ചും കൂടുതൽ സുരക്ഷിതവും കൂടുതൽ കുറഞ്ഞ ചിലവിലും താമസിക്കാൻ പറ്റുന്നൊരു സ്ഥാപനമാണ്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിന് നഗരത്തിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അത് നിലനിർത്തണം. ഇപ്പോൾ ഈ കെട്ടിടം കൂടി വരുന്നതോടെ സാനു മാഷൊന്നും കാണാനില്ല എങ്കിലും മാഷിൻ്റെ ഈ ചിത്രത്തിൽ നോക്കുക, നമുക്ക് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയും. അതുപോലെ തപസ്വിനിയമ്മയുണ്ട്, അതിൽ നിന്നെല്ലാം നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ ഇവരെല്ലാം കാണിച്ചു തന്ന പാതയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. സദനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈടിറ്റ കാൽവയ്പ്പാണ് ഈ 2026 നമ്മൾ വാങ്ങിയ, കരസ്ഥമാക്കിയ ഈ വസ്തു. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഒരവസരം എനിക്ക് ഒരുക്കിയത് സദനം ഭാരവാഹികളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചെറുഭാഷണം ശ്രവിച്ച എല്ലാ സഹൃദയർക്കും സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കാൻ ശ്രീ രഞ്ജിത്ത് സാനു സാറിനെ ക്ഷണിക്കുന്നു. ഈ ശശിചേട്ടൻ അച്ഛൻ്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്, മൊഴിയും മൗനവും എന്നതാണ് എൻ്റെ ശീർഷകം. അദ്ദേഹം ഇപ്പോൾ 2ാം ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചേട്ടാ? പൂജനീയ ധർമ്മ ചൈതന്യ സ്വാമികൾ, സദനത്തിൻ്റെ ഭാരവാഹികൾ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ആശംസ എന്നാണ് ഈ കാര്യപരിപാടികളിൽ എഴുതിയേക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നന്ദി പ്രകടനമായിട്ട് മാറാനാണ് സാധ്യത. ഇപ്പോൾ ഇവിടെ
ഇന്നിപ്പോൾ ആരംഭിച്ച ഈ മന്ദിരത്തിന് സാനു ഗീതം എന്ന് നാമകരണം ചെയ്തതിന് സദനം ഭാരവാഹികൾക്ക് എൻ്റെ പേരിലും സാനു മാഷിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊള്ളുന്നു. രണ്ടാമതായി എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചതിന് നന്ദിയുണ്ട്. അച്ഛൻ മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിട്ട് വരുന്ന കാലത്താണ് ഇവിടെ വരുന്നതും ഇതെല്ലാം കാണുന്നതും. പക്ഷേ പിന്നീട് PS വേലായുധൻ മാഷ് പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് സദനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ വ്യാപൃതനായിരുന്നത്. എനിക്കും 60 വർഷത്തിലേറെ സദനവുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ചെറിയ ക്ലാസ്സിൽ ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. കുട്ടികൾക്കുള്ള കളികളിലും മറ്റും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ എന്നെ ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. പക്ഷേ എൻ്റെ വായനയെന്ന് പറയുന്ന കാർട്ടൂൺ പുസ്തകങ്ങളിൽ ഒതുങ്ങി. പിൽക്കാലത്ത് ഞാൻ കണ്ടത് സദനത്തിൻ്റെ സമഗ്രമായ വികസനമായിരുന്നു. ഇടക്കാലം കൊണ്ട് അല്പം മന്ദീഭവിച്ചെങ്കിലും അച്ഛൻ പറഞ്ഞത് ഗീതച്ചേച്ചി അമരത്തിൽ വന്നതിന് ശേഷം കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ മാന്യമൊന്നുമില്ല, പുരോഗതിയാണ്. ഇത് ഞാൻ മുഖസ്തുതി പറയുന്നതല്ല, ഗീതച്ചേച്ചിക്ക് മുഖസ്തുതി ഒട്ടും ഇഷ്ടമില്ലാത്ത, എന്നാലും ഒരു യാഥാർത്ഥ്യമല്ലേ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. സദനത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഷാരി ചേച്ചിയും ഗീത ചേച്ചിയും മറ്റ് ഭാരവാഹികളും നൽകി പോകുന്ന ഈ സ്വാർത്ഥത ഇല്ലാതെ ഒട്ടും തന്നെ കലവറയില്ലാത്ത പരിശ്രമത്തിന് വളരെ അഭിനന്ദനീയം തന്നെ. കൂടാതെ സാംസ്കാരിക പരിപാടികളും ഇപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ ചിലരെല്ലാം പങ്കെടുത്തിട്ടുണ്ടാവും. അച്ഛൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും അച്ഛൻ്റെ പുസ്തകരചനയിലും മറ്റും സദനത്തിലെ ആളുകൾ ധാരാളം സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് ഗീതച്ചേച്ചിയോട് അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം അച്ഛൻ്റെ ചില കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ എന്നോട് പറയില്ല, പക്ഷേ ഗീതച്ചേച്ചിയോട് പറയും. പിന്നെ ഗീതച്ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ അച്ഛനെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരാളുടെ പേര് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. അദ്ദേഹം വന്നിട്ടില്ല. ജയൻ ചേട്ടൻ സദനവുമായിട്ട് പണ്ട് മുതലേ ബന്ധമുള്ള ആളാണ്. എല്ലാ പ്രവർത്തനങ്ങളും നോക്കി നടത്തുന്ന ആളുമാണ്. നമ്മുടെ പ്രസിഡൻ്റ് ഷാരി ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ജയൻ ചേട്ടൻ്റെ കൂടെയുള്ള ഈ സായാഹ്ന സവാരികൾ അച്ഛൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഈ സവാരി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനൊരു പ്രത്യേക ഉന്മേഷമാണ്. അതുകൂടാതെ ജയൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കെല്ലാം പോയിട്ട് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. താങ്ക് യു ഷാരി ചേച്ചി, താങ്ക് യു ജയൻ ചേട്ടൻ. സദനത്തിലെ ജീവനക്കാരും ഭാരവാഹികളും അച്ഛന് നൽകിപ്പോകുന്ന കലവറയില്ലാത്ത സ്നേഹത്തിനും എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഗീത ചേച്ചിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നന്ദി എന്നുള്ള ഒരു ചെറിയ വാക്കാണ്, 2 അക്ഷരമേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ തരാൻ. അച്ഛൻ വിഭാവനം ചെയ്ത പോലെ ഷാരി ചേച്ചിക്കും ഗീത ചേച്ചിക്കും ചന്ദ്രൻ ചേട്ടനും മറ്റ് ഭാരവാഹികൾക്കും സദനത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവേശ്വരൻ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പുതിയതായി ആരംഭിച്ച ഈ മന്ദിരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ ഹോസ്റ്റൽ പ്രതിനിധി രമ്യ ക്ഷണിക്കുന്നു. പൂജനീയ ധർമ്മ ചൈതന്യ സ്വാമികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഒരുപക്ഷെ ഒരുപാട് ആശങ്കകളുണ്ട്. ഇത്രയൊക്കെ വലിയ മനുഷ്യരുടെ മുന്നിൽ എനിക്ക് സംസാരിക്കുവാൻ തന്നെ കുറച്ച് പേടിയുണ്ട്. കുറച്ച് ഞാൻ എഴുതിയൊക്കെ വെച്ചിരുന്നു. എന്നാലും ഞാൻ ഈ ഹോസ്റ്റലിൽ 13 വർഷമായി താമസിക്കുന്നു. എനിക്ക് 2 വാക്കുകൾ സംസാരിക്കുവാൻ അല്ലെങ്കിൽ ഹോസ്റ്റലിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാൻ അവസരം തന്ന
ഗീതാ മാഡത്തിനും ഈ സദനം ഭാരവാഹികൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ആദ്യം അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ എനിക്ക് ആധികാരികമായി ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനേ അറിയില്ല. സാധാരണ ഒരാളെ പോലെ ഏതാണ് നല്ല ഹോസ്റ്റൽ എന്ന് അന്വേഷിച്ച് SNV എന്ന് കേട്ടിട്ടുണ്ട്. ശ്രീനാരായണ വനിത എന്നാണ് ഞാൻ എല്ലായിടവും കേട്ടിട്ടുള്ളത്. വിദ്യാർത്ഥി സദനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഇതിൻ്റെ പുറകിലൊക്കെ ആരൊക്കെയാണ് എന്നുള്ളതുമൊക്കെ ഞാനിവിടെ വന്ന് എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഇത്രയും വലിയൊരു സ്ഥാപനത്തിലേക്കാണോ, ഇത്രയും മഹത്തരമായ ഒരു സ്ഥാപനത്തിലേക്കാണോ ഞാൻ വന്നു ചേർന്നത്. വളരെ അഭിമാനം തോന്നി. അന്ന് മുതൽ ഞാൻ സദനത്തിൻ്റെ ഒരു സന്തത സഹചാരിയാണ്. ഞാൻ വന്ന് എനിക്ക് തോന്നുന്നു 2013 ഗീതാ മാഡം ഇവിടെ സ്ഥാനം ഏറ്റെടുത്തു. അന്ന് മുതലുള്ള ഉയർച്ച ഞാൻ കാണുന്നുണ്ട്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഓരോ ഉയർച്ചയും അല്ലെങ്കിൽ ഓരോ സ്ഥാപനം വാങ്ങിച്ചു അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും കേൾക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരു സ്ഥലം വാങ്ങിച്ച പോലെ ഒരു സന്തോഷം എനിക്ക് ഉള്ളിൽ നിന്ന് അറിയാതെ വരും. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് കേട്ടിട്ടുള്ള നമ്മളുടെ തപസ്വിനി അമ്മയുടെയും സാനുമാഷിൻ്റെയും അനുഗ്രഹം, അതുപോലെ ഗുരുദേവൻ്റെ വാക്കുകൾ, അതുപോലെ തന്നെ സർ പറഞ്ഞതുപോലെ, സ്വാമികൾ പറഞ്ഞതുപോലെ ഏറ്റവും ഒരു ധർമ്മസ്ഥാനമാണിതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വിമൻ എന്ന നിലയിൽ ഏറ്റവും സേഫായ ഒരു പ്ലേസ്, അതിനൊരു കോംപ്രമൈസും ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ നോക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. സേഫ്റ്റി, ഹൈജീൻ, അതുപോലെ തന്നെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ബെറ്റർ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറി. ഇപ്പം ഞാൻ ഉൾപ്പെടെ ലൈബ്രറി യൂസ് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും ഒരു ജനറേഷൻ്റെ ഒരു പ്രശ്നമാണ്, മൊബൈലിൻ്റെ ഒരു പ്രശ്നമാണ്. എന്നാലും ഇത്രയും വലിയൊരു ലൈബ്രറി ഞാൻ ഒരു പരിധിവരെ യൂസ് ചെയ്തിരുന്നു. കാലം മാറിയതിനനുസരിച്ച് നമ്മൾക്കും ചെറിയ ചേഞ്ചസ് വന്നു. എന്നാൽ പോലും അത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് പലപ്പോഴും ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഫെസിലിറ്റീസ് തരുന്ന ഒരു സ്ഥാപനം. നമ്മൾക്ക് ഒരു ഹോസ്റ്റലിൽ എത്തുമ്പോൾ ഏറ്റവും ബേസിക് നീഡ്സാണ് ചൂടുവെള്ളം അല്ലെങ്കിൽ അയൺ ചെയ്യാനുള്ളൊരു സൗകര്യം. അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശരിക്കും മനസ്സിലാക്കി ഞങ്ങൾക്ക് തരുന്ന ഒരു സ്ഥാപനം. അതിലെത്ര നന്ദി പറഞ്ഞാലാണ് എനിക്ക് മതിയാവുക എന്നറിയില്ല. ഈ സദനം ഭാരവാഹികളുടെ ഒരു ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയും ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇതിന് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഈ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചപ്പോൾ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾക്കൊരു സിംഗിൾ റൂം, കുറച്ചുകൂടെ ഫെസിലിറ്റി വേണമെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതിലേക്കായി മാഡം ഉൾക്കാഴ്ചയോടെ, ഷാരി മാഡവും ഗീതാ മാഡവും ആ സദനം ട്രസ്റ്റിലെ എല്ലാ ഭാരവാഹികളും അത്രയും ഉൾക്കാഴ്ചയോടുകൂടി ഇത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പൂജനീയ ധർമ്മചൈതന്യ സ്വാമികൾ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ, ആദരണീയരായ സദസ്യർ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെയധികം തിരക്കുകളും ധാരാളം ഉത്തരവാദിത്തങ്ങളും ഉള്ള ആ തിരക്കിനിടയിലാണ് സ്വാമി ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇവിടെ ചെലവഴിച്ചത്. സ്വാമിയോടുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പറയാൻ വാക്കുകളില്ല. എല്ലാവരുടെ പേരിലും ഞാൻ സ്വാമിക്ക് പ്രത്യേകം നന്ദി പറയട്ടെ. ഞങ്ങളെന്നും കടപ്പെട്ടിരിക്കും സ്വാമിയുടെ. 104 വർഷം പിന്നിട്ട സദനം ഇന്ന് ഈ സ്ഥിതിയിൽ എത്തിച്ചേരാൻ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ധാരാളം മഹത് വ്യക്തികളുണ്ട്. അവരുടെ എല്ലാം ത്യാഗനിർഭരമായ സേവനങ്ങൾ കൊണ്ട് മാത്രമാണ് സദനം എന്നീ നിലയിൽ എത്തിച്ചേർന്നത്. ആ മഹാവ്യക്തികളെ ഓരോരുത്തരെയും പ്രത്യേകം ഇന്ന് ആദരപൂർവ്വം ഞാൻ സ്മരിക്കട്ടെ. സദനത്തിൻ്റേതായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്, നന്മ നിറഞ്ഞൊരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. സദനത്തിൻ്റേതായ ചില ശീലങ്ങളുണ്ട്, അത് നമുക്ക് നോക്കി കാണാൻ പറ്റില്ല. പക്ഷേ ഈ മതിൽക്കെട്ടിനുള്ളിൽ നമുക്കത് അനുഭവിച്ചറിയാൻ ഒരു സൗരഭ്യം എന്ന് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചോട്ടെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. എ ഹോം എവേ ഫ്രം ഹോം ഓർ റാദർ എ ബെറ്റർ ഹോം. അങ്ങനത്തെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ, ലാളിത്യത്തിൻ്റെ, എളിമയുടെ ഒരു സൗഹൃദ വലയമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തത് സദനത്തിൻ്റെ 7ാമത്തെ ശാഖയാണ്. വളരെ അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും പറയാം, അബലാശരണം ഗേൾസ് ഇൻഡസ്ട്രിയൽ സ്കൂൾ
10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത ഏതൊരു പെൺകുട്ടിക്കും സ്ത്രീക്കും പ്രായപരിധിയില്ല. 2 കൊല്ലത്തെ ഗവൺമെൻറ് അംഗീകൃത കോഴ്സാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതും യാതൊരു ഫീസും ഈടാക്കാതെ, 1 രൂപ പോലും ഫീസ് വാങ്ങാതെയാണ് നമ്മൾ കുട്ടികളെ അവിടെ പഠിപ്പിക്കുന്നത്. എത്രയോ പേര് സർക്കാർ ജോലി കിട്ടി പോയിട്ടുണ്ട്. 2ാമത്തേത് മെയിൻ ഹോസ്റ്റൽ, നമ്മുടെ ഓഡിറ്റോറിയം ഉള്ള കെട്ടിടം. 3ാമത്തേത് 7 നില കെട്ടിടം, വർക്കിംഗ് വിമൻ ഹോസ്റ്റൽ. 4ാമത്തേത് കണയന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ കീഴിലുള്ള 40,000-ഓളം പുസ്തകങ്ങളുള്ള ഒരു A ഗ്രേഡ് ലൈബ്രറിയാണ്. 5ാമത്തേത് നമ്മുടെ സീനിയർ സിറ്റിസൺ കമ്മ്യൂണിറ്റി ഹോമാണ്. 6ാമത്തേത് തപസിനി ചൈതന്യം ഗസ്റ്റ് ഹൗസാണ്. ഇന്ന് 7ാമത് ഈ സാനുഗീതവും നമുക്ക് സ്വാമി അനുഗ്രഹിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് തന്നിട്ടുണ്ട്. അധ്യക്ഷ നേരത്തെ സൂചിപ്പിച്ച പോലെ 22 സെൻറ്റ് സ്ഥലം നമ്മളവിടെ വാങ്ങി സാനുമാഷ് ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട്. അവിടെ കുറച്ചും കൂടി സൗകര്യങ്ങളുള്ള ഒരു സീനിയർ സിറ്റിസൻ്റെ ഒരു ഹോം പണി കഴിപ്പിക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പ്രഭാരൻ ചേട്ടനൊക്കെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾ. അതും വേഗം നടന്ന് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശവും ജീവിത മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറാം. അത് നടന്നിരിക്കും അടുത്ത് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഈ ചെറിയ ഒരു സ്ഥലത്ത് നിങ്ങളെല്ലാവരും ഇത്രയധികം ബുദ്ധിമുട്ടി ഇവിടെ ഇത്രയും സമയം ഇരുന്നതിന് എല്ലാവരോടും ഓരോരുത്തരോടും ഞാൻ നന്ദി പറയട്ടെ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ ഫോർ രഞ്ജിത്ത് സർ ആൻഡ് Shashindran sir for speaking so high of me. Thank you so much. I don't know whether I deserve all these qualities. If at all I deserve a little bit of it, I owe the credit to my parents who imbibed these qualities in me. Thank you so much.